ദൈവം നമുക്ക് നൽകിയ ഈ സുവർണാവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഒന്നും സംഭവിക്കാറില്ല. നമ്മുടെ എല്ലാ ചിന്തകളും തമ്പുരാൻ അറിയുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവഹിതമനുസരിച്ച് നാം എല്ലാവരും ജീവിക്കുക എന്നുള്ളതാണ്. അതിന് പൂർണ്ണമായും നമ്മെ ഈശോയ്ക്ക് സമർപ്പിക്കാം. കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട്, കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, എന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ചിന്തകൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ പ്രവർത്തന മേഖലകൾ ഒരു നിമിഷം നമുക്ക് തമ്പുരാന് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമുക്ക് കണ്ണുകളെല്ലാം തുറന്നുകൊണ്ട് കൈകൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം ഉയർത്തിക്കൊണ്ട്, രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അശുദ്ധിയും, എല്ലാ ദുർവൃത്തിയും, എല്ലാ ദുരാഗ്രഹങ്ങളും, എല്ലാ തിന്മകളും, എല്ലാ സ്വത്തുകളും, എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടു പോകട്ടെ. കർത്താവ് നമ്മെ ഓരോരുത്തരും പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയെ, അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 35-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാം അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടത്തേക്കെന്നും മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവമഹത്വത്തിനായിട്ട് കാഴ്ചവെക്കാം. അതിനാൽ നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തെ ഓർത്തുകൊണ്ട്, യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്, യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന വിശ്വാസത്തോടുകൂടെ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശുവിൻ കരങ്ങളിലിതാ. നമുക്ക് പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പാടാം. കൈകൾ അടച്ചുകൊണ്ട് പാടാം. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്.
സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ കൈകളെടുത്ത് പാടാം. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. 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 പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഈശോ നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തൊട്ട് ദൈവമഹത്വത്തിനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. തുടർന്ന് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് ഏദൻ തോട്ടത്തിലുള്ള ആദത്തിനും ഹവ്വായിക്കും ലഭിച്ചു. തുടർന്ന് മോശയ്ക്ക് ദർശനമുണ്ടായി. തുടർന്ന് പ്രവാചകന്മാരിലൂടെയും യേശുവിലൂടെ ആ പൂർണ്ണത നമുക്ക് ലഭിക്കുകയാണ്. ഈശോ നമ്മുടെ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് ലോകത്തിന് എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചവനാണ്. നമ്മെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോ കർത്താവാണ് എന്ന് നമുക്ക് അധരം കൊണ്ട് ഏറ്റുപറയുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ഈശോ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി മുറിയപ്പെട്ടവനാണ്. അവിടുന്ന് ഇല്ലാതായിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടവനാണ്. സഭയുടെ ആരംഭം മുതൽ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ ജനങ്ങളിൽ മന്നയായിട്ട്, മാംസമായിട്ട്, അഗ്നിയായിട്ട്, ധൂപമായിട്ട്, മിന്നലായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് പുതിയ നിയമമാകുമ്പോൾ ഈശോയുടെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് തന്നെ ശൂന്യവത്കരിച്ച് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഈശോയുടെ സ്നേഹം അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന് നമുക്ക് ഏറ്റുപറയുവാനായിട്ട് സാധിക്കട്ടെ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയുവാനായിട്ട് സാധിക്കണം. ആ വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ആഹ്ലാദത്തോടുകൂടെ നമുക്ക് ഏറ്റുപാടാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു,
ഞാൻ പ്രഖ്യാപിക്കുന്നു. കൈകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കൈകൾ താഴ്ത്തിക്കൊണ്ട് നീ അധിപനാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ നാഥനെ നമ്മുടെ അധിപനാണ്, നമ്മുടെ ഉടയവനാണ് എന്ന് നാം വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നമ്മൾ കൈകൾ തുറന്നു പിടിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ പാടാം. ദൈവമേ ഓ എൻ്റെ കർത്താവേ ആരാധന അങ്ങേക്കാരാധന. ഓ എൻ്റെ ദൈവമേ ഓ എൻ്റെ കർത്താവേ ആരാധന അങ്ങേക്കാരാധന. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. സൃഷ്ടാവായ ദൈവം, പരിപാലിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, മരണത്തിനപ്പുറം പുനരുദ്ധാനം നൽകുന്ന ദൈവം, ആ ദൈവം സഹയാത്രികനായിട്ട് നമ്മോടുകൂടെയുണ്ട്. ഓരോ പ്രഭാതത്തിലും യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഈ പ്രകൃതിയിൽ തന്നെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനായിട്ട് സാധിക്കും. ദൈവസ്നേഹം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആരാധനകളും ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് കടപ്പെട്ടവരാം. നമ്മുടെ എല്ലാ ആരാധനകളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്, ദൈവമേ നിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാനായിട്ട് എന്നെ ഒരുക്കിയതിനെയോർത്ത് നന്ദി പറയുന്നു എന്ന് ആഹ്ലാദത്തോടുകൂടെ നമുക്ക് ആരാധന നമുക്ക് സമർപ്പിക്കാം. കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട്
വീശിക്കൊണ്ട് നമുക്ക് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ കൃപ നമുക്ക് ലഭിക്കുകയാണ്. യേശുവിന്റെ കൃപാവരം നമുക്ക് ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയാണ്. പൂർണ്ണമായും ഈശോയ്ക്ക് നമ്മെ സമർപ്പിക്കാം. ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്ന നിമിഷമാണ്, വിശുദ്ധി ലഭിക്കുന്ന നിമിഷമാണ്. കർത്താവിന്റെ കൃപയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ആരാധന സമർപ്പിക്കാം. സാധിക്കുന്നിടത്തോളം ഉച്ചത്തിൽ ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തിക്കൊണ്ട് ഈശോയെ നമുക്ക് സ്തുതിക്കാം. ദൈവം നമുക്ക് നൽകിയ എല്ലാ ആരാധന കൃപയോർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുകയാണ്. ശിഷ്യന്മാര് ബന്ധനസ്ഥനായ അവസ്ഥയിൽ അവരെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ചങ്ങലകളെല്ലാം ബന്ധിക്കപ്പെട്ടതുപോലെ അബന്ധന മോചനം ലഭിച്ചതുപോലെ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുകയാണ്. രോഗസൗഖ്യം നമുക്ക് ലഭിക്കുകയാണ്. കൃപാവരം നമുക്ക് ലഭിക്കുകയാണ്. ആത്മീയവും ശാരീരികവും മാനസികവും തലങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. എല്ലാ അശുദ്ധിയും എല്ലാ ഉത്കണ്ഠകളും എല്ലാ ആകുലങ്ങളും ദൈവത്തിന്റെ കൃപയാൽ മാറ്റപ്പെടുകയാണ്. നമ്മുടെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്ന നിമിഷത്തെയോർത്ത് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത ഞങ്ങളെല്ലാം നിറയ്ക്കണമേ. എല്ലാ അശുദ്ധിയും യേശുവിന്റെ കൃപയാൽ മാറ്റിപ്പോട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവൻ അഭിഷേകത്താൽ നിറയട്ടെ. കർത്താവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധി സ്തുതിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കുകയാണ്. ലോകം മുഴുവൻ അഭിഷേകത്താൽ നിറയുകയാണ്. എല്ലാ അഭിഷേകത്തിലും അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകത്തിലെ എല്ലാ ആത്മായ പ്രേക്ഷിതരും അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവിനെ സാക്ഷിയരായി വഹിക്കുന്ന എല്ലാവരും കർത്താവിന്റെ കൃപയാൽ വിശുദ്ധരായി തീരട്ടെ. യേശുവിന്റെ സാന്നിധ്യം ദർശിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ അഭിഷേകത്താൽ നിറയുന്നവരാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു നിമിഷം ഈശോയെ നമുക്ക് ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സന്തോഷത്തോടുകൂടെ വലിയൊരു ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. കർത്താവേ, അങ്ങേ പരിശുദ്ധാന്റെ അഭിഷേകത്താൽ ഞങ്ങൾ എല്ലാവരും നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ, അഭിഷേകം നിന്ന് നിറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആനന്ദം ലഭിക്കുകയാണ്. ഈ ആനന്ദത്തെ ഓർത്ത് നമുക്ക് ആനന്ദം നമുക്ക് യേശുവിന്റെ സന്നിധിയിൽ ഏറ്റു പറയാനായിട്ട് സാധിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എനിക്ക് ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിന് ആനന്ദമുണ്ട് എന്ന് നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പാടാം. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, കൈകൾ അടിച്ചുകൊണ്ട് എനിക്ക് ആനന്ദമുണ്ട്, 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 എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ഇരുന്നു കൊണ്ട് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. രണ്ട് വർഷങ്ങളിലേക്ക് വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്.
യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. കൈകൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ 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 പാടിയിടും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമുണ്ട് ആനന്ദമുണ്ട് എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് ആനന്ദമുണ്ട് എനിക്കേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് ആനന്ദമുണ്ട് എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് ആനന്ദമുണ്ട് എനിക്കേശുവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ 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 ആനന്ദമുണ്ട് ആനന്ദമുണ്ട് എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് ആനന്ദമുണ്ട് എനിക്കേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് ആനന്ദമുണ്ട് എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് ആനന്ദമുണ്ട് എനിക്കേശുവിൽ ആനന്ദമുണ്ട്. ഈശോയുടെ സന്നിധിയിലായിരിക്കാനായിട്ട് കൃപ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ജീവനെയെല്ലാം ഈശോയ്ക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കൈകളും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധാത്മാ അഭിഷേകത ഞങ്ങളെ നിറച്ചതിനോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമഹത്വം ദർശിക്കുവാനായിട്ട് സാധിച്ചതിനോട് നന്ദി പറയുന്നു. ആനന്ദം നൽകുന്നതിനോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധിയും വിജ്ഞാനവും വിവേകവും കൊണ്ട് നിറച്ചതിനെയോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും കൃപകളും കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രവർത്തന മേഖല നിറച്ചതിനെയോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മെ പൂർണ്ണമായും ഒരിക്കൽ കൂടി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ എന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിന്റെ ഇഷ്ടമനുസരിച്ച് എന്നെ ഇവിടെ വിളിച്ച് കൂട്ടിയതിനെ ഓർത്ത് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് മരിച്ചുപോയ എല്ലാ പൂർവികരെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാര്, സഹോദരന്മാര്, കുടുംബാംഗങ്ങള് എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികവുമായ എല്ലാ തരങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും അഭിഷേകത നിറച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള സകല വ്യക്തികളെയും സമർപ്പിക്കുന്നു. എല്ലാ പാപികൾക്കും മാനസാന്തരവും ദൈവത്തിൻ്റെ കൃപാവരവും ചൊരിഞ്ഞ് നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം.